ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണത്തെ ജെഇ മെയിൻസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ആൽഫയും ബീറ്റയും ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. എസ് എന്നിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 2023 ആൽഫ റൈസ് ടു എൻ പ്ലസ് 2024 ബീറ്റ റൈസ് ടു എൻ ദെൻ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പം എല്ലാ ഓപ്ഷനകത്തും X12 ഉണ്ട്, പിന്നെ S10 ഉണ്ട്, പിന്നെ S11 ഉണ്ട്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S12ന്റെയും S11ന്റെയും S10ന്റെയും ഇടയ്ക്കുള്ള റിലേഷനാണ്. അപ്പം നമുക്ക് ഈ തന്നേക്കുന്ന കണ്ടീഷനിൽ നമുക്ക് S12ന്റെ വാല്യൂ എങ്ങനെ എഴുതാം? എന്നിന്റെ വാല്യൂ 12 കൊടുത്താൽ മതി. അപ്പോൾ S12ന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ആൽഫ റൈസ് ടു 12 പ്ലസ് 2024 ബീറ്റ റൈസ് ടു 12 ആണ്. അപ്പോൾ നമുക്ക് S11ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? S11 ആകുമ്പോൾ 12 റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ റീപ്ലേസ് ചെയ്ത് 11 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2023 ആൽഫ റൈസ് ടു 11 പ്ലസ് 2024 ബീറ്റ റൈസ് ടു 11. ഇനി S10ന്റെ വാല്യൂ എന്താണ്? S10ന്റെ വാല്യൂ എന്ന് വെച്ചാൽ 2023 ആൽഫ റൈസ് ടു 10 പ്ലസ് 2024 ബീറ്റ റൈസ് ടു 10. അപ്പോൾ ഇത്ര എഴുതി വയ്ക്കാൻ ഒരു പാടുമില്ല, എല്ലാവർക്കും എഴുതാവുന്ന കാര്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്നും ഇതിന് നമ്മൾ ഇക്വേഷൻ 3 എന്നും വിളിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം, ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ S10ന്റെയും S11ന്റെയും കൂടി സം എടുക്കുക. സം എടുക്കുമ്പോൾ എനിക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം എനിക്ക് 2023 കോമൺ എടുക്കാം, പിന്നെ ഒരു ആൽഫ റൈസ് ടു 10 കോമൺ എടുക്കാം. ബാക്കി ഇതിൽ നിന്ന് ഇത് മൊത്തത്തിൽ പോകുമ്പോൾ ഇവിടെ 1 വരും. ഇവിടുന്ന് നമ്മൾ ആൽഫ റൈസ് ടു 11 ഉള്ളതുകൊണ്ട് ഒരു ആൽഫ ബാക്കി വരും. അതേപോലെ തന്നെ നമ്മൾ ഇതിന് എന്നോട് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് 2024 ബീറ്റ റൈസ് ടു 10 കോമൺ എടുക്കാം. 2024 ബീറ്റ റൈസ് ടു 10 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 വരും, ഇതിനകത്തൊരു ബീറ്റ വരും. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നോക്കിയേ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ടേം എങ്ങനെയാണ്? ജനറൽ ഫോം എങ്ങനെയാണ്? AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C അല്ലേ ഈക്വൽ ടു 0. അപ്പോൾ ആൽഫയും ബീറ്റയും ഇതിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് എന്താണ്? ആൽഫയും ബീറ്റയുടെ റൂട്ട് ആണ്. ഈ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താണ്? C/A ആണ്. ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് B/A ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ C/A ആകുമ്പോൾ കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 ഡിവൈഡ് ബൈ 1 നമുക്ക് -1 കിട്ടും. അപ്പോൾ ഈ കേസിൽ ആൽഫ ബീറ്റയുടെ വാല്യൂ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് -1 ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ -B/A. അപ്പോൾ ബിയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ -ബിയുടെ വാല്യൂ എന്താണ്? +1 പ്ലസ് 1/1 1 വരും. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ത്രൂ ആയിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ആൽഫയോ ബീറ്റ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ, ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു ആൽഫ. അപ്പോൾ ആൽഫ ബീറ്റയുടെ വാല്യൂ -1 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ -1 ഈക്വൽ ടു ആൽഫ. അപ്പോൾ ആൽഫ സ്ക്വയറിന്റെ വാല്യൂ 1 പ്ലസ് ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും. ആൽഫ ബീറ്റയുടെ ആൽഫ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 1 പ്ലസ് ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 1 പ്ലസ് ആൽഫയ്ക്ക് നമുക്ക് എന്തോ കൊടുക്കാം? ഇവിടെ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 1 പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? ബീറ്റ സ്ക്വയർ ആയി. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് നമ്മൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2023 ആൽഫ റൈസ് ടു 10 ഇൻറ്റു ആൽഫ സ്ക്വയർ ചെയ്യുമ്പോൾ ആൽഫ റൈസ് ടു 12 പ്ലസ് 2024 അതുപോലെ ബാക്കി ബീറ്റ റൈസ് ടു 10 ഇൻറ്റു ബീറ്റ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ റൈസ് ടു 12 കിട്ടും. ഇതെന്താണ് ഈ വാല്യൂ? ഇത് S12ന്റെ വാല്യൂന് ഈക്വൽ അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് ഇവിടെ ഇതിനെ S12 എന്നും പറഞ്ഞ് എഴുതാം. അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? S12ന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ S10 പ്ലസ് S11 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.